അള്ളാഹ് പഠിച്ചോനെ 3 റക്അത്ത് മാരി നിസ്കാരം പഠിച്ചോനെ നമസ്കരിക്കണം. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന. സത്യം പറഞ്ഞാലേ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിട്ടോ. ഞാനിത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ അല്ലേ? നിങ്ങളൊരിക്കലും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു മുസ്ലിം അങ്ങനെ ചെയ്യൂലല്ലോ. അല്ലാഹു റബ്ബുൽ ആലമീന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇബാദത്താണ് പരിശുദ്ധമായ നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരത്തെയല്ലേ ഇവിടെ ശരിക്കും പരിഹസിച്ചത് നമ്മൾ അല്ലേ? അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയൊരു കാര്യമാണ്. അറിഞ്ഞുകൊണ്ടാണ് നമ്മളങ്ങനെ പരിഹസിക്കുന്നതെങ്കിൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പോലും പുറത്തു പോകും മക്കളെ. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് എനിക്ക് തോന്നുന്നതൊരു കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. ശരിക്കും ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താടാ? കല്യാണം എന്ന് പറഞ്ഞാൽ അന്നിക്കാഹുമിൻ സുന്നത്തി, എൻ്റെ സുന്നത്താണെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാണ്. മുത്തുനബിയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയാണ് അല്ലേ? ഒരാരാധനയുടെ ഇടയിൽ കാണിക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെ ആണോ ഇത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ശരിക്കും നിങ്ങൾ നല്ല സ്നേഹമുള്ള കുടുംബക്കാരാണെങ്കിൽ, നല്ല സ്നേഹമുള്ള കൂട്ടുകാരാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊരു കുട്ടിയോട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ആ കല്യാണമാകുന്ന ഇബാദത്തിൽ ഒരു തോന്നിയാസവും കലരാതെ നോക്കുകയല്ലേ വേണ്ടത് അല്ലേ? അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മൾ ഈ കല്യാണമാകുന്ന ഇബാദത്തിനെ അനാദരിച്ചാൽ, അതിൽ തോന്നിയവാസങ്ങൾ കലർത്തിയാൽ അവരുടെ ലൈഫിൽ സമാധാനം ഉണ്ടാവില്ല. ഈ ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞിട്ടേ സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ അത് വല്ലാതെ അവർ തിരിച്ചറിയുന്ന ഘട്ടമായിരിക്കും. അന്ന് ഈ കളിയാക്കുന്ന അല്ലെങ്കിൽ ഈ കോപ്രായങ്ങൾ കാണിക്കുന്ന കൂട്ടുകാരൊന്നും കൂടെ ഉണ്ടാവില്ല. അന്ന് നമ്മളും നമ്മുടെ ഇണയും പഠിച്ചവനും മാത്രം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നമ്മളിങ്ങനെ കടന്നു പോകുന്നൊരവസ്ഥയായിരിക്കും. ആ സമയത്ത് റബ്ബിൽ നിന്ന് ഒരു ബറക്കത്തില്ലാതെ പോകുന്നൊരു കാര്യം ഉണ്ടാവും. എന്തുകൊണ്ടത്? മുത്തുനബിയുടെ സുന്നത്തായ ഇബാദത്തിനെ നമ്മൾ കളിയാക്കിയത് കൊണ്ടാണ്. ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞാൽ സമാധാനോടാ. നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടൊന്നും സമാധാനം കിട്ടൂല, അത് എവിടെ നിന്നും മേടിക്കാൻ കിട്ടൂല. അത് കരുണക്കടലായ റബ്ബ് തരണം. അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം കേട്ടോ. ഒരു ബൗണ്ടറി ഉണ്ട്, ഇസ്ലാം നിഷ്കർഷിക്കുന്നൊരു പരിധിയുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എത്ര വേണമെങ്കിലും സന്തോഷിക്കാം. പക്ഷേ ഈ കാണിക്കുന്നതൊക്കെ പേക്കൂത്തും തോന്നിയാസല്ലേ അല്ലേ? ഇത് ഭയങ്കര ഓവറല്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. അള്ളാൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് മറുപടി പറയാനുള്ളത്? ഈ നിക്കാഹിനെ അലങ്കോലാക്കിയിട്ട് ആ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തില്ലാതെ പോയാൽ നിങ്ങൾ ആരോട് ഉത്തരം പറയും അല്ലേ? അപ്പോൾ എൻ്റെ കുട്ടികൾ അള്ളാഹിനോട് മനസ്സറിഞ്ഞ് തൗബ ചെയ്തിട്ടെ നല്ല നിലയ്ക്ക് ഇനി മുതൽ ഒരു കല്യാണത്തിലും ഒരു പേക്കൂത്തും കാണിക്കാൻ ഞങ്ങളുണ്ടാവില്ല പടച്ചോനെന്ന് സമ്മതിക്കണം അള്ളാൻ്റെ മുമ്പിൽ. എന്നിട്ട് കല്യാണ ലൈഫൊക്കെ അടിച്ചു പൊളിച്ച് ആസ്വദിക്കുന്നേ.